ഹേ അപ്പോൾ സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിന് മുൻപായി ഞാൻ എത്തി നിൽക്കുന്നത് സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡിലെ തൃക്കരിപ്പൂരിനടുത്തുള്ള ഒരു ബാക്ക് വാട്ടറിലാണ്. നമുക്കിവിടെ ഹൗസ് ബോട്ടുകളൊക്കെ കാണാം. അതിസുന്ദരമായ സ്ഥലം. പ്രഭാതയാത്രകളിൽ നമുക്ക് ഇത്തരം സ്ഥലങ്ങൾ നൽകുന്ന ഒരു സമാധാനം ചെറുതൊന്നുമല്ല. എന്ത് മനോഹരമാണല്ലേ ഈ സ്ഥലങ്ങളൊക്കെ. നിശ്ചലമായി കിടക്കുന്ന വെള്ളവും അതുപോലെ സൈഡിലൂടെയുള്ള ഈ റോഡും അതിമനോഹരമായ ദൃശ്യഭംഗിയാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത്. എക്സ്പ്ലോർ കേരള 2024-25 എന്ന ഒരു എൻ്റെ യാത്രാ പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലേക്കാണ്. ഇനി വരുന്ന 2 ദിവസങ്ങൾ കാസർഗോഡിൽ നിന്ന് ഇവിടെയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് എൻ്റെ പദ്ധതി. ഇപ്പോൾ എത്തിയിരിക്കുന്നത് തൃക്കരിപ്പൂർ എന്ന സ്ഥലത്തുള്ള ബാക്ക് വാട്ടറിലാണ്. ക്യാമറമാൻ എന്നോടൊപ്പം ഞാൻ ജസിൻ. എവ്രിവൺ, എൻ്റെ പേര് ജസിൻ. ആദ്യമായാണ് ഞാൻ എൻ്റെ പേര് പറഞ്ഞ് എന്നെ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുണ്ട്, 1 വർഷത്തിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്തുള്ള കോടിയേരിയിലാണ് എൻ്റെ സ്ഥലം. എൻ്റെ പേര് ജസിൻ, 32 വയസ്സാണ്. പ്രായം ഒരു നമ്പർ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ കാണുന്നത്. പിന്നെ ക്രിക്കറ്റ്, അതുപോലെ യാത്രകൾ ചെയ്യുക, ഇതാണ് എൻ്റെ ഒരു ഹോബി, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ച് ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളെയൊക്കെ കാണിച്ച് എവിടെയുണ്ടാവും. അതിമനോഹരമായൊരു ബീച്ച് ഏരിയയിലേക്കാണ് വന്നിട്ടുള്ളത്. വലിയ പറമ്പ് ബീച്ചാണിത്. ഇവിടെ എൻട്രി ഫീസ് ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. ബൈക്ക് ഞാൻ അവിടെ വെച്ചിട്ടാണുള്ളത്. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പൂഴിയിൽ താഴ്ന്നു പോയി ടയർ. അതുകൊണ്ട് അവിടെ തന്നെ വെച്ച് കുറച്ച് ദൂരം ഇങ്ങോട്ട് നടന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. ഐ ലവ് വലിയ പറമ്പ. ഇവിടെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെയാണ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഊഞ്ഞാലുകളും അതുപോലെ ചെറിയ കഫേകളും നമുക്കിവിടെ കാണാം. ഇരിക്കുവാനുള്ള ഇരിപ്പിടങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാം. രാവിലെ തന്നെ ഇവിടെ മത്സ്യബന്ധനം നടത്തുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം. അങ്ങ് ദൂരെ ബോട്ടിൽ വലയിട്ടിട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ മണൽ ശേഖരിച്ച് ചാക്കിലാക്കി കൊണ്ടുപോകുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അതിമനോഹരമായൊരു ബീച്ചാണ്. എട്ട് മണിയായിട്ടും എന്തുകൊണ്ടാണ് സൂര്യനെ കാണാത്തതെന്ന് എനിക്കറിയത്തില്ല. ഇനി കാലാവസ്ഥയുടെ പ്രശ്നമാണോ അല്ലെങ്കിൽ
സൂര്യൻ ഈ സമയത്ത് മാത്രമാണോ വരുന്നത് എന്നറിയില്ല. കാരണം ഞാൻ പൊതുവെ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ 9:30-10 മണി ആവാറുണ്ട്. ആ സമയത്ത് ഞാൻ സൂര്യനെ കാണാറുണ്ട്. ഇതിപ്പോൾ 8 മണിയായിട്ടും സൂര്യനെയോ സൂര്യ വെളിച്ചം സൂര്യകിരണങ്ങളോ ഒന്നും കാണാനില്ല. അയ്യോ, എന്ത് റിസ്ക്കാണത്. വലിയ തിരകളൊക്കെ വരുമ്പോൾ അവർ തീർത്തും മുങ്ങിപ്പോകുന്നുണ്ട്. അതാ അമ്പോ, പെട്ടെന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാണ് ഹെൽമെറ്റൊന്നും അഴിക്കാതെ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ഇവർ ഈ വലയൊന്ന് വലിച്ചു കയറ്റി കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം എത്ര മീൻ കിട്ടുമെന്നറിയാലോ, അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് സമയമെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും നോക്കാം. തൽക്കാലം ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഊഞ്ഞാലാടട്ടെ. അത്യാവശ്യം വലിയൊരു ബീച്ചാണിത്. നമുക്ക് ദൂരെ അങ്ങ് കണ്ണെത്താ ദൂരത്തോളം തന്നെ നീണ്ടു കിടക്കുന്ന ഏരിയ, ബീച്ച് ഏരിയ നമുക്കിവിടെ കാണാം. പക്ഷേ ബീച്ച് എക്സ്പ്ലോർ ചെയ്ത് അങ്ങോട്ട് നടക്കാനുള്ളൊരാഗ്രഹമുണ്ട്. എന്നാലും വണ്ടി ഞാൻ അവിടെ യാതൊരു സേഫ്റ്റിയും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം എന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് അധികം ദൂരത്തേക്കൊന്നും പോകുവാനുള്ള തൽക്കാലം എനിക്ക് മനസ്സില്ല. തൽക്കാലം വല ഏകദേശം കുറച്ച് ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ ഇത് അവർ വലിച്ച് കയറ്റും എന്ന പ്രതീക്ഷയിലാണ്. വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് കുറച്ചുകൂടെ അടുത്തേക്ക് ഞാൻ വന്നിട്ടുണ്ട്. അങ്ങ് ദൂരെയാണ് എൻ്റെ വണ്ടിയുള്ളത്. നമുക്കിവിടെ ചെറിയ കുട്ടികളെയൊക്കെ വല വലിക്കാൻ വന്നിരിക്കുന്നത് കാണാം. അങ്ങനെ ഏകദേശം കറി അടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ മീനൊക്കെ നമുക്ക് കാണാം. അങ്ങനെ അവിടെ ഇവിടെയായി മീനുകൾ പിടക്കുന്നത് കാണുന്നുണ്ട്. കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. വല ഇത്രയും വലിച്ചിട്ടിട്ടും ആകെ ഒരു 3-4 എണ്ണം മാത്രമാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചത്. ഇനി അവിടെയുള്ള അവസ്ഥ എന്താണെന്നറിയില്ല. അതുപോലെ ഇത് മുഴുവനായി വലിച്ച് കയറ്റിയാലുള്ള അവസ്ഥയും എന്താണെന്ന് കണ്ടറിയണം. ഏകദേശം 10-20 ആൾക്കാർ ചേർന്നാണ് ഇവിടെ ഈ മത്സ്യബന്ധനം നടത്തുന്നത്. എന്നിട്ടും വളരെ 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 തുച്ഛമായ അളവിലാണ് മീൻ ലഭിച്ചിട്ടുള്ളത്. ഇവരുടെ ജീവിതം കുറച്ച് സങ്കടകരമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇത്രയും പേർ ഒന്നിച്ച് ജോലി ചെയ്തിട്ട് ആകെ അത്ര മത്സ്യങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. വളരെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണത്. അങ്ങ് നടുക്ക് കുറച്ച്, എന്നാലും അതൊന്നും പോരാ. ഇവരുടെ ഈ അധ്വാനവും ജോലി സമയവും അതുപോലെ ഇത്രയധികം ആൾക്കാർ ചേർന്നിട്ട് എടുത്ത വർക്കിന് ഇത് പോരാ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത്യാവശ്യം കുറച്ചുണ്ട്, എങ്കിലും ഇത് മതിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇത് അത്യാവശ്യം ഉണ്ട്. പെടക്കണ മീൻ എന്ന് പറയുന്നത്. അങ്ങനെ വലിയ പറമ്പ് ബീച്ചിനോട് വിട പറഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാണ് ഇവിടെ രണ്ട് ചേട്ടന്മാരിരുന്ന് കക്ക വരുന്നത് കണ്ടത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഇത്. ആദ്യമായാണ് ഇങ്ങനെ തോണിയിൽ നിന്ന് തന്നെ കക്ക വരുന്നത് കാണുന്നത്. ആ വലിയ പമ്പിൻ്റെ അറ്റത്ത് മുളയാണെന്ന് തോന്നുന്നു. വലിയ വല കെട്ടി കുത്തി താഴ്ത്തി കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള മണ്ണടിപ്പാണ് ഇവിടെ. ലാൻഡ് സ്ലൈഡ് ഹൈവേക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുമ്പോൾ ഉണ്ടായതായിരിക്കണം. ഇതാണ് ഹോസ്ദുർഗ് കോട്ട. കാഞ്ഞങ്ങാടിലെ ഏറ്റവും പഴയ ഒരു കോട്ടയാണിത്. ഇതിപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്, തുറക്കാറില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. കാഞ്ഞങ്ങാടിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു കോട്ടയാണിത്. ഇതിനകത്തൂടെ ഒരു വഴി, അകത്തവിടെ ഒരു ശ്മശാനമുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് മാത്രം തുറന്നു കൊടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്വാമി നിത്യാനന്ദ ആശ്രമം. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അങ്ങനെ നിത്യാനന്ദ ആശ്രമത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഒരു വലിയൊരു കവാടം തന്നെ നമുക്ക് മുന്നിൽ കാണാം. എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നതിനില്ല. ഇവിടെ നമുക്ക് വലിയ എന്തോ ഒരു ക്ഷേത്രമോ കാണാം. ഇത് മുന്നേ ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടുപോകാം. ഭഗവാൻ നിത്യാനന്ദ ധ്യാന മന്ദിർ. വലിയൊരു ആൽമരവും അതിന് ചുവട്ടിൽ ഒരു പ്രതിഷ്ഠയും ഒക്കെ കാണാം. ഇവിടെ സന്ദർശകർക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകളും മറ്റുമുണ്ട്. വലിയൊരു കോട്ട പോലെ ആണ് ഇവിടെ കാണുന്നത്. ഇതിന് മുകളിലൊരു ക്ഷേത്രമോ എന്തോ ഉണ്ട്. ഒന്ന് പാദരക്ഷകൾ അഴിച്ചു വെച്ച് ഒന്ന് മുകളിലേക്ക് കയറി നോക്കാം. വളരെ ശാന്തസുന്ദരമായ നിശബ്ദത ഉള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ അങ്ങ് ദൂരെ ഒരു ക്ഷേത്രം കാണാം. ഇവിടെ നിന്നുള്ള കാഴ്ചകളും അതിമനോഹരം തന്നെയാണ്. ഇവിടെ നമുക്കൊരു ആമ്പൽ കുളം, ആമ്പലാണോ താമരയാണോ എന്നറിയില്ല, ഒരു കുളം നമുക്കിവിടെ കാണാം. വളരെ മനോഹരമായ കാഴ്ചകളാണ്. നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കയറി പോകുവാനാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊരു ഇടം നമുക്ക് ഇവിടത്തേക്ക്
വരാം. രാഹുൽ പോറ്റി ഇവിടുത്തെ പൂജാരിയാണ്. 6 വർഷമായി ഇവിടെ പൂജ ചെയ്യുന്നു. 6 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. അതെ. പിന്നെ എന്താണ് അറിയേണ്ടത് പറഞ്ഞോളൂ. ഇവിടുത്തെ എന്താണ് ഐതിഹ്യവും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെയാണ്. ഏകദേശം 1930 കാലഘട്ടത്തിന് മുമ്പേ നിത്യാനന്ദ സ്വാമി ഇവിടെ ഉണ്ട്. ഏകദേശം 30-ലാണ് അദ്ദേഹം ഗുഹയുടെ നിർമ്മാണം ബാക്കി കാര്യങ്ങളും ഇതെല്ലാം തുടങ്ങിയത്. അധികം വൈകാതെ തന്നെ 1-2 വർഷം കൊണ്ട് തന്നെ എല്ലാം റെഡിയായി, ഗുഹയും കാര്യങ്ങളൊക്കെ. പിന്നീട് അദ്ദേഹം ഉള്ള സമയത്ത് തന്നെ ഇവിടെ കെട്ടുകയാണ് ഈ കാണുന്ന ഈ റൗണ്ട് അഷ്ടമണ്ഡപം. 8 കോണുകളുണ്ട്. 8 കോണുണ്ട്. അന്നത്തെ ജോലിക്കാരെ കൊണ്ട് പറഞ്ഞു ചെയ്യിച്ചതാണ്. അദ്ദേഹം തന്നെ നിർദ്ദേശം കൊടുത്ത രീതിയിൽ തന്നെ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെതാണ് പ്രതിഷ്ഠ. അതെ, പ്രതിഷ്ഠ അദ്ദേഹത്തിനാണ്. ഇത് എന്താണ്? അദ്ദേഹത്തിൻ്റെ പാദം സങ്കല്പിച്ച് വെച്ചതാണ്. പൂക്കളുള്ളതുകൊണ്ട് കണ്ടില്ല. ഓക്കെ. ഫസ്റ്റ് ശരിക്കും ഇങ്ങനെ നേരെ കാലിരിക്കുന്ന മാതിരി ഇത് സങ്കല്പത്തിൽ ഇങ്ങനെ വെച്ചതാണ്. പിന്നീട് കാലിന് അടിഭാഗമായിട്ട് ഇങ്ങനെ രൂപാന്തരം വന്നതാണ്. അങ്ങനെ ഈ ഒരു ഗ്രോത്തും കാര്യങ്ങളും അതുപോലെ അതിന് ശേഷം വന്ന ഈ തഴമ്പും എല്ലാം തനിയെ വന്നതാണ്. ഒരു 17 വർഷം മുമ്പ് ഒരു ഗുരുപൂർണിമ ദിവസം ഇവിടുന്ന് വെള്ളം ഒഴുകിയിട്ടുണ്ട് പുറത്തേക്ക്. ഒരു 4-5 ദിവസം അടുപ്പിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഗുരുവനം അരൈ റൂട്ടിലാണ്. അതെവിടെയാണ്? അരൈ പോകുന്ന വഴി ഇതിലെ പോകാനുണ്ട്. ഗുരുവനം അവിടെ അടുത്ത് തന്നെ RTO ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ അദ്ദേഹം ചെറിയ പ്രായത്തിൽ വന്ന് അവിടെ തപസ്സിരുന്ന സ്ഥലമുണ്ട്. ഗുരുവനം. അവിടെ തന്നെ നിത്യാനന്ദ ഭഗവാൻ സ്ഥാപിച്ച അഷ്ടസിദ്ധി പ്രതിഷ്ഠ ഉണ്ട്. പിന്നെ ജലക്ഷാമമുള്ള സമയത്ത് ഗുഹയുടെ ഉള്ളിൽ നിന്ന് ഒഴുക്കിയ പാവനാശിനി ഗംഗ ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. പറ്റാതെ എപ്പോഴും ഇല്ല, ഒരിക്കലും പറ്റാത്ത. ഇവിടെ ഇനി എന്തൊക്കെയാണുള്ളത്? ഈ കാണുന്ന വലിയൊരു അരയാലല്ലേ ഇത്? അതെ, ഇത് അരയാലാണ്. പിന്നെ അടുത്ത് നിൽക്കുന്ന മരങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കുറച്ച് ദൂരേക്ക് മാറി നോക്കിയാലും ആ വ്യത്യാസം മനസ്സിലാകും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മണിയടിക്കുന്നതും ഇതിൻ്റെ എല്ലാം ഈ വൈബ്രേഷൻ കാരണം മരങ്ങൾ അടുത്ത് നിൽക്കുന്ന സസ്യങ്ങളെല്ലാം ഓരോ സെല്ലും നല്ല ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നിറയെ ഇലകൾ തിങ്ങി നിറഞ്ഞുണ്ടാവും. മനസ്സിലാവും. എന്തോ പ്രാർത്ഥന ഇവിടുന്ന് ഇങ്ങോട്ടിറങ്ങി ഒന്ന് അവിടെ കുറേ അടക്കയൊക്കെ ഉണക്കാനിട്ടത് കാണാം. നമുക്ക് അങ്ങോട്ടുള്ള മറ്റ് കാഴ്ചകളിലേക്ക് പോകാം. വലിയൊരു അരയാലിന് കീഴിൽ ഒരു വിളക്കാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത്. നിത്യാനന്ദ സ്വാമിയുടെ ഗണേഷ്പുരി മഹാരാഷ്ട്ര അദ്ദേഹത്തിന്റെ റൂമാണ്.
ഇത് അവിടെ സമാധി കൂടെ അല്ല, അവിടെ ഗണേഷ്പുരി. ഗണേഷ്പുരിയിലെ ഓക്കെ. അവർ ഉപയോഗിച്ച റൂമാണ്. അല്ല, ജനാനന്ദ സ്വാമി അവരുടെ ശിഷ്യ. അവരുടെ ശിഷ്യ. ആ ഹാ ശിഷ്യ റൂം. ആ ഹാ ഹാ. ഇത് നിത്യാനന്ദ സ്വാമിയുടെ ശിഷ്യൻ ഉപയോഗിച്ച ജനാനന്ദ സ്വാമിജി ഉപയോഗിച്ച റൂമാണ്. ആ ഹാ. അത് ഏത് വർഷത്തിലാണ് വരിക? 82 സമാധിയായി. ಮತ್ತೆ ಈಗ ಟ್ರಸ್ಟ್ ಈಗ ಸನ್ಯಾಸ ಆಯ್ತು, ಆರಂಭ ಬಂದಿಲ್ಲ ಸನ್ಯಾಸ ಆಯ್ತು. ಮತ್ತೆ ಈಗ ನಮ್ಮ ಟ್ರಸ್ಟ್ ಆಯ್ತು ಎಲ್ಲ ಇದಾಗಿ ಕಡಕ. നിങ്ങളിവിടെ കുറേ കാലമായോ? 20 വർഷമായി. ആ ഹാ. നിങ്ങൾ പ്രോപ്പർ സ്ഥലം തമിഴ്നാട്? ധർമ്മസ്ഥല. ആ ഹാ ഹാ. ഓക്കെ ഓക്കെ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസാണോ? നിത്യാനന്ദ ബാബുവിൻ്റെ ഫോട്ടോ ഉണ്ട്, ജനാനന്ദ സ്വാമിയുടെ ഫോട്ടോ ചെറുപ്പത്തിൽ കുറവാണ്. ചെറുപ്പത്തിലെല്ലാം മുംബൈ പോയിട്ട് അവിടെ എല്ലാം കുറേ ഹിമാലയ 12 കൊല്ലം തപസ് ചെയ്തു. ജനാനന്ദ സ്വാമി ശിഷ്യ ജനാനന്ദ സ്വാമി 12 കൊല്ലം ഹിമാലയ തപസ് ചെയ്ത് വന്നിട്ട് ഗണകാപുര പോയിട്ട് അവിടെ തപസ് ചെയ്തിട്ട് എന്നിട്ടാണ് ഇങ്ങോട്ട് അവർ വന്ന് ആ ഗണകാപുരത്തിൽ തന്നെ അവർ ഭക്തന്മാരെല്ലാം ഭയങ്കര കഷ്ടപ്പെട്ടു. ധ്യാനിക്കുമ്പോൾ ഇരിക്കുമ്പോൾ അവർക്കെല്ലാം ഇത് തമാശാക്കുന്നു, ഇത് പറയുന്നത് ഉച്ചാരണം പറയുന്നത്, ಮತ್ತೆ ಇದು ತಲೆ ಇದಾയിട്ടുണ്ട്, അങ്ങനെല്ലോ ಮತ್ತೆ ഭ്രാന്താണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ ಮತ್ತೆ കള്ള് ചാടുന്നു, ഇങ്ങനെല്ലാം അവർക്ക് ഭയങ്കര ആൾക്കാർ ഗണകാപ്പുറത്തെ ആൾക്കാർ കഷ്ടപ്പെട്ടു. അപ്പൊ ഭഗവാൻ അവരെ കുട്ടീരല്ലേ ചെറുതായിട്ട് കുട്ടീരെല്ലാം ധ്വംസാക്കി അവരുടെ ആൾക്കാർ ധ്വംസാക്കിയിട്ട് ಅವರು ಇದು എവിടെ പോയിട്ട് വരുമ്പോൾ ഈ കുട്ടീരല്ല ധ്വംസായി. അപ്പോൾ ಅವ್ರ മനസ്സിൽ ಬೇಜಾರಾಗಿಲ್ಲ. ಅವರ ಅಂದರೆ ಇನ್ನೂ ಧ್ವಂಸ ಹಾಕಿದ್ದು ಅವರ ಬೀಡು ಮರನೆಲ್ಲ ಎಲ್ಲ ಕತ್ತಿಟ್ಟು ಭಸ್ಮ. ಆರು ಅವ್ರಿಗೆ ಉಪದ್ರ ചെയ്ത ആൾക്കാർ ಅವರ ಬೀಡೆಲ್ಲ ಭಸ್ಮ ഇവിടെ ഗണകാപുരം. അവിടെ ഭസ്മകുണ്ട പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ തപസ് ചെയ്തത് ഭസ്മകുണ്ടം. ഭസ്മനിപ്പ ഭസ്മകുണ്ടം എല്ലാം ഭസ്മായിട്ട് വീടെല്ലാം. ഇവിടെ എപ്പോഴാണ് ഇതുണ്ടായിരുന്നത്? ഇവിടെ 82 സമാധി, അത് അങ്ങോട്ടുണ്ടായി 82 മുന്നേ അല്ലേ? ഓക്കെ ഓക്കെ. 82 സമാധി. ಮತ್ತೆ ಅವರು ಟ್ರಸ್ಟ್ ഇതിപ്പോ ട്രസ്റ്റിന്റെ കീഴിലാണ്. കോടേസ്ഥാനത്തേക്ക് ಮತ್ತೆ പത്താളക്കൂട്ടത്തിൽ ഈ ആശ്രമം പത്താളക്കൂട്ടം ಮತ್ತೆ ಭಕ್ತಮಾರ್ನೆ ಮತ್ತೆ ಕೃಷಿ ഉണ്ട്, ಪ್ಲಾಂಟೇಶನ್ ഉണ്ട്, ಮತ್ತೆ ಇಂಜಿನಿಯರ್ ಕಾಲೇಜ್ ഉണ്ട്, ಇಂಗ್ಲೀഷ് മീഡിയം ഉണ്ട്. എവിടെ? ഇവിടെ കുശാൽ നഗർ. 2 കിലോമീറ്റർ. 2.5 കിലോമീറ്റർ. ഇവിടുന്ന് 2.5 കിലോമീറ്റർ. ಮತ್ತೆ 50 ಎಕರೆ ಸ್ಥಳ ಇದೆ. ಮತ್ತೆ ಗುರುವನ പഠിച്ചിട്ട് സ്ഥല ಇದೆ, ഗുരുവനം. തപസ് നിത്യാനന്ദ തപസ് ഇത് ചെയ്ത സ്ഥലം. ഗുഹ തപസ് ചെയ്ത. ഓക്കെ. ഇവിടുന്ന് 2 കിലോമീറ്റർ. ഗുരുവാനക്ക് 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ. ഗുരുവാന അവിടെ അഷ്ടസിദ്ധി ಮತ್ತೆ ತಪಸ್ಸು ಗುಹೆ ಉಳ್ಳಿ ತಪಸ್ಸು ചെയ്തത് നിത്യാനന്ദ സ്വാമി. ആരാളുണ്ടാക്കിയ ഗുഹ അല്ല, അത് തനിയുണ്ടായി അതിന്റെ ഉള്ളിൽ തപസ് ചെയ്തത്. ഭഗവാൻ മുന്നോട്ട് അവിടെ വരും, ഫസ്റ്റ് വരുണ്ടാവും അതിന്റെ ഉള്ളിൽ ഒരു അസ്ഥിപഞ്ചരായിട്ടുണ്ട്, അത് പത്മാസന രീതിയിലുണ്ടായി. പറയുന്നത് പത്മാസന രീതിയിൽ ഒന്നായില്ല, പത്മാസന രീതിയിലുണ്ട്. അപ്പൊ അവിടെ അത്ര അവധൂതമാർ ಮತ್ತೆ യോഗികളിൽ ഇന്ന സ്ഥലമാണ് ഗുഹന. അങ്ങനെ സ്ഥലದಲ್ಲಿ അവർ തപസ് ചെയ്തു. അതേ ഗുഹന ഉള്ളിൽ വെള്ളം വരുന്നു, അത് പാപനാശന് പേര്. നിക്കാതെ വെള്ളം. അപ്പൊ ഇവരുടെ പൂജ പുരസ്കാര കുളിക്കണെല്ലാം ആവശ്യമുണ്ടല്ല. അപ്പൊ ഗംഗാദേവി വിളിച്ചത്. അപ്പൊ ഗംഗാദേവി വന്നു. അപ്പൊ അവർ പാപനാശ ഗംഗ പറഞ്ഞു, ജനാനന്ദ സ്വാമി നിത്യാനന്ദ സ്വാമി ജനാനന്ദ സ്വാമി അത് കൂടിയിട്ട് പാപനാശ ഗംഗ പറഞ്ഞിട്ട് പേര് ഇതാക്കി പാപനാശിനി. ಮತ್ತೆ ಅಷ್ಟಸಿದ್ಧಿಗಳು, ಇದು ಭಗವಾನ್ ಅಂಬಲಣ್ಣ, ಇದು പഴയ വിഗ്രഹം. ഇപ്പൊ പുതിയ ആയിട്ടുണ്ട്, അവിടെ പ്രതിഷ്ഠ ചെയ്ത് പുതിയ വിഗ്രഹം ചെയ്തത്. ഇത് അവർ പഴയത്, ഇത് പഴയത്, അവിടെ പുതിയത്. ഇതിലെ വിസർജനാക്കിയത് ഇപ്പൊ പുതിയായിട്ട് അമ്പലം പുതിയാക്കിയത്.
ഇത് ചെറുപ്പത്തിൽ 10-20 വയസ്സിന്റെ വിഗ്രഹം. 20 വയസ്സ്. 20 വയസ്സിൽ അവിടെ തപ്പ ചെയ്ത സ്ഥലം ഗുരുവാണ്. ഇവിടെ ഈ വയസ്സാണ് കാണുന്നത്. ഇവിടെ ഈ വയസ്സിൽ തപസ് ചെയ്തത് ഗുരുവാണ്. 20 വയസ്സ്. ಮತ್ತೆ ಅಷ್ಟೇ ಅವಳು 50 ಏಕರ್ ಸ್ಥಳ ഉണ്ട്. 50 ഏക്കർ സ്ഥലം ഗുരുവനം. ಕಾಡು, ഫുൾ കാട്. ಮತ್ತೆ ಪ್ಲಾಂಟೇಶನ್, ഈ അടക്ക ಮತ್ತೆ തേങ്ങ. അവിടെ എപ്പോഴും ഓപ്പണാ? ഓപ്പൺ, എപ്പോഴും ഓപ്പണാണ്. ഇതേ മാതിരി പൂജ 7 മണിക്ക് രാവിലെ പൂജ, ಮತ್ತೆ 12 മണിക്ക് ಮತ್ತೆ വൈകുന്നേരം 7 രാവിലെ 7 മണി, ഉച്ചക്ക് 12 മണിക്ക്, വൈകുന്നേരം 7 മണിക്ക്. 7, 12, 7 രാവിലെ 7:30 അവിടെ. ഇവിടെ 7:30, മധ്യാഹ്നം 12, വൈകുന്നേരം 7 മണി. ಮತ್ತೆ അവിടെ ಬಂದ ಅಂಬಲ್ ಬಂದ. ಇದು 6 ಮಣಿಗೆ ಇದೆಲ್ಲ ಕ್ಲೋಸ್ ಗೇಟ್ ಎಲ್ಲ ಹೊರತಿನ ಕ್ಲೋಸ್. ಮತ್ತೆ ಅಷ್ಟಸಿದ್ಧಿ ಎಲ್ಲ അവിടെ ഉണ്ട്. ಅಷ್ಟಸಿದ್ಧಿ ಅಂದ್ರೆ ಅದು 8 ಸಿದ್ಧಿಗಳು. ಅಹಿಮ, ಮಹಿಮ, ಮತ್ತು ಗಾಹಿಮ, ಮತ್ತು ಮಹಿಮ, ಪ್ರಾಪ್ತಿ, ಈಶತ್ವ, ವಶತ್ವ, ಅವರಿಗೆ 8 ಸಿದ್ಧಿಗಳಿಲ್ಲ. ಅದು ಒಂದೊಂದು ಸಿದ್ಧಿಗೆ ಅವರವ್ರ ಮಹತ್ವ ಇದೆ. അവിടെ പോയാൽ ചെയ്യാം അതെല്ലാം, ഫോട്ടോസ് എല്ലാം അവിടെ എടുക്കാമല്ലോ. ജയ്. ശരി. സ്വാമി നിത്യാനന്ദ ആശ്രമം ഗുരുവനം. ഇപ്പോൾ ഒന്ന് പോയിട്ട് വരാം. ഏക്കറോളം പരന്നു കിടക്കുന്ന വലിയൊരു ലാൻഡ് ഏരിയ ആണ് എന്നാണ് അവിടെ നിന്ന് അറിയാൻ സാധിച്ചത്. ഇത് ഫുൾ പ്ലാന്റേഷനാണ്. ഇഷ്ടംപോലെ കവുങ്ങിൻ തോട്ടങ്ങളും മറ്റും ഇവിടെ കാണാവുന്നതുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ ഒരു കാടിനകത്തേക്ക് നോക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വാഹനം അങ്ങ് അകത്ത് വരെ പോകുമോ ഇല്ലയോ എന്നറിയില്ല. ഇവിടെ വാഹനങ്ങൾ നിർത്തിയിട്ടത് കാണുന്നുണ്ട്. ഓക്കെ. ഈ കാണുന്ന കൽത്തൂണുകൾ വരെയാണ് വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളത്. ഇനി അങ്ങോട്ടുള്ള ദൂരം നടന്ന് പോകേണ്ടതാണ്. ഇഷ്ടംപോലെ കവുങ്ങിൻ തോപ്പുകളും മറ്റ് വൃക്ഷലതാദികളും നമുക്കിവിടെ കാണാം. ഒരു ഗ്രാമീണ പാത പോലെയാണ് ഇവിടെ നമുക്ക് കാണാവുന്നത്. റോഡ് ടാറിങ്ങോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നിശബ്ദത പാലിക്കുക എന്നൊരു ബോർഡ് നമുക്ക് കാണാം. ശ്രദ്ധിച്ച് കേട്ടാൽ, സൈലൻ്റായി സംസാരിക്കാതെ നടക്കുകയാണെങ്കിൽ നമുക്ക് പ്രകൃതിയിലുള്ള പല ശബ്ദങ്ങളും കേൾക്കാം. പക്ഷികളുടെ, അതുപോലെ ചെറിയ ചീവീടുകൾ, മറ്റു ജീവജാലങ്ങൾ എന്നിവയുടെയൊക്കെ ശബ്ദം നമുക്ക് കാതുകൂർപ്പിച്ചാൽ കേൾക്കാവുന്നതാണ്. ഇനി അങ്ങോട്ട് ഇതുപോലെയുള്ള കൽപ്പടവുകൾ കയറിയാണ് യാത്ര. ഇവിടെ നമുക്ക് CCTVയും അതുപോലെ നേരത്തെ കണ്ടതുപോലെയുള്ള നിശബ്ദത പാലിക്കുക എന്നുള്ള ബോർഡും കാണാം. നമ്മൾ ഏകദേശം എത്തിച്ചേർന്നിരിക്കുകയാണ്. വണ്ടി വെച്ച് ഏകദേശം 300-400 മീറ്ററോളം മാത്രം ദൂരമാണ് ഇവിടേക്ക് എത്തിച്ചേരുവാനുള്ളത്.
അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ പാദരക്ഷകൾ ഇവിടെ അഴിച്ചു വെച്ച് വേണം ഉള്ളിലേക്ക് കയറുവാൻ. ഇവിടെ ഒരു താമര പോണ്ട് കാണാം. ഈ കാണുന്നതാണ് ഗുരുവനം. ഇവിടെ ആരെയും കാണുന്നില്ല, തനിച്ചാണ് ഉള്ളതെന്ന് തോന്നുന്നു. വളരെ വിശാലവും അതുപോലെ മനോഹരവുമായ ഒരു സ്ഥലം. അവിടെ ഒരു ആളിരിക്കുന്നുണ്ട്. അദ്ദേഹം ഇതിൻ്റെ സൂക്ഷിപ്പുകാരനോ എന്തോ ആണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ കാണുന്ന നീരുറവ അത് ഒരിക്കലും വറ്റാത്തതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതങ്ങ് മലയുടെ മുകളിൽ നിന്ന് എവിടുന്നോ വരുന്നതാണ്. അതുപോലെ ആ വെള്ളം തന്നെയാണ് ഇവിടെയും വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നേരത്തെ അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞു തന്ന പ്രതിഷ്ഠ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞു തന്നിരുന്നു. ഇതിൻ്റെ കറക്റ്റ് പേര് മറന്നുപോയി. 8 ശിലകളാണ് ഇവിടെ ഉള്ളത്. ഓരോന്നും ഓരോ ജ്ഞാനങ്ങളോ എന്തോ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ അതിൻ്റെ കറക്റ്റ് മറന്നുപോയി. വലിയൊരു അരിയാൽ മരം ഇവിടെയുണ്ട്. ഇവിടെ ഒരു മലവീരൻ എന്ന് പറഞ്ഞൊരു പ്രതിഷ്ഠ, ഒരു ചെറിയൊരു കോവിൽ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് കരിങ്കൽ തൂണുകൾ മാത്രമല്ല, ഇത് മുഴുവനും കരിങ്കല്ലുകളാണ്. കരിങ്കല്ല് കൊണ്ടാണ് മുഴുവനായിട്ടും നിർമ്മിച്ചിട്ടുള്ളത്. കരിങ്കല്ലിൽ തന്നെ കൊത്തുപണികളും നമുക്ക് കാണാം. ഓരോ തൂണിലും ഓരോരോ കൊത്തുപണികളാണ്. ഇവിടെ നിത്യാനന്ദ ഗുരുവിൻ്റെ ഒരു പ്രതിഷ്ഠ, ഒരു വിഗ്രഹമുണ്ട് ഇവിടെ. ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി സംബന്ധിച്ചുള്ള അതോ ആയ ബുക്കുകളാണെന്ന് തോന്നുന്നു. ഇതും ഒരു നോ ടോക്ക് സോണാണ്. ഇവിടെ ചുവരുകളിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെയും ശിഷ്യന്മാരുടെയും അതുപോലെ മറ്റ് ഫോട്ടോകളും കാണാം. എല്ലാം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവിധ വയസ്സുകളിലുണ്ടായ ഫോട്ടോകളോ ആയിരിക്കണം. ഇതിൻ്റെ മുകളിൽ മരം കൊണ്ടുള്ള മച്ചാണ്. ഇതാണോ ഇവിടെ അങ്ങോട്ടേക്കൊരു ഗുഹ ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ പടവുകൾ കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹം തപസ് ചെയ്തിരുന്ന ഗുഹ കാണാം. ആ ഗുഹയുടെയോ അല്ലെങ്കിൽ എന്തോ ഒരു പോർഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതെ,
ഇതിനകത്ത് തീരെ വെളിച്ചമില്ല. ഒരാൾക്ക് കഷ്ടി നടന്നു പോകാൻ വളരെ മണങ്ങിയാൽ മാത്രം നടന്ന് കയറാവുന്ന വളരെ ചെറിയൊരു ഗുഹയാണ്. ഇവിടെ ഒരു ചെറിയൊരു നിരപ്പോട് കാണാം. അത് ഇവിടെ വരെയാണ് നമുക്ക് കുറച്ചെങ്കിലും മണങ്ങി വരാൻ കഴിയുന്നത്. ഇങ്ങോട്ടേക്ക് എന്തോ ചെറിയൊരു വഴി പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഗുഹകൾ പോലെ കാണാം. ഇതിനകത്തേക്ക് കയറാൻ കഴിയുമോ എങ്ങനെ കയറും എന്നുള്ളതാണ്. വഴി ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ എന്തായാലും പോവുക തന്നെ, ഇഴഞ്ഞിട്ടായാലും പോവുക തന്നെ. എൻ്റെ പുറമൊക്കെ അവിടെ പുറത്ത് മുകളിൽ മുട്ടുന്നുണ്ട്. ഇവിടെ വരെയാണ് നമുക്ക് വരാൻ കഴിയുക. അവിടെ ആയിരുന്നിരിക്കണം അദ്ദേഹം ഇരുന്നിട്ടുണ്ടാവുക. മനസ്സിൻ്റെ കുറവായത് കൊണ്ടായിരിക്കാം അധിക നേരം എനിക്കിവിടെ നിൽക്കുവാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരിച്ച് ഇതിനകത്തേക്കും എന്തൊക്കെയോ ചെറിയ വഴികൾ പോലെ കാണുന്നുണ്ട്. തീർച്ചയായും എനിക്കിങ്ങോട്ടേക്ക് പോകുവാൻ കഴിയില്ല. അതുകൊണ്ട് തിരിച്ചു നടക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് ഞാനിപ്പോൾ ഇതുവഴിയാണ് ഞാൻ കടന്നു വന്നത്. അങ്ങനെ പുറത്തെത്തിയിരിക്കുകയാണ്. എൻ്റെ ബാഗ് മുഴുവൻ പാറയിൽ ഒരഞ്ഞ് ഇവിടെ ഒരു ഗുരുവിൻ്റെതാണെന്ന് തോന്നുന്നു. ഒരു കാലടികൾ നമുക്ക് കാണാം. ചെമ്പിലാണ് ഇതിൻ്റെ മുകൾ ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അടിയിൽ മരം കൊണ്ടുള്ള മച്ചും മുകളിൽ ചെമ്പ് തകിടുകളുമാണ് പാകിയിട്ടുള്ളത്. അല്പനേരം ഇവിടെ വിശ്രമിച്ച ശേഷം മടങ്ങാം എന്ന് വിചാരിക്കുന്നു. വലിയൊരു വനമേഖല പോലെയാണ് ഇവിടെ കാത്തു സൂക്ഷിക്കുന്നത്. അതിനടുത്ത് ചെറിയൊരു ക്ഷേത്രവും ചെറിയൊരു ഇതൊക്കെയായിട്ട്. ഇതാണ് ഗിരിവനം. ഇവിടെ ഒരു വലിയൊരു അരിയാൽ മരം, അതിനോട് ചേർന്ന് അവിടെ ഒരു ചെറിയൊരു അതിൻ്റെ പേരെനിക്കിപ്പോഴും കിട്ടുന്നില്ല. ഒരു പ്രതിഷ്ഠ എന്തോ ആണ്. 8 കല്ലുകളാണ്, 8 പ്രതിഷ്ഠകളാണ് അവിടെയുള്ളത്. ഈ കാണുന്നത് മലവീരൻ എന്ന ഒരു പ്രതിഷ്ഠയാണ്. ഇതിനകത്ത് നമുക്ക് 2 വാളുകളാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഗുരുവനത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ തന്നെ ഏകദേശം
അരമണിക്കൂറിന് മേലെയുള്ള ഒരു വീഡിയോ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പാർട്ടായിട്ടായിരിക്കും ബാക്കിയുള്ള വീഡിയോകൾ വരുന്നത്. അപ്പോൾ കൂടെ നിൽക്കുക.